പരിചയപ്പെടുത്താം. എൻ്റെ പേര് സലീം ചാലിയം. ചാലിയത്ത് ജനിച്ചു വളർന്ന് വിദ്യാഭ്യാസം അടുത്ത ഉമ്പിച്ചി ഹാജി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസം കഴിഞ്ഞു. അതിനുശേഷം പ്രീ ഡിഗ്രി അഫ്സലുല്ലമ എന്ന കോഴ്സ്, ദെൻ ഡിഗ്രി അഫ്സലുല്ലമ എന്ന കോഴ്സ് എടുത്തു. MA അറബിക് ഫാറൂഖ് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി. ശേഷം BEd എടുത്തു മാത്തോ സലഫി കോളേജിൽ നിന്ന്. അതിനുശേഷം MA ഇംഗ്ലീഷ് അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അതിനുശേഷം MSc സൈക്കോളജി ഭാരതീയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. പിന്നെ ക്രിമിനോളജി പോലുള്ള പാർട്ട് ടൈം ഓൺലൈൻ കോഴ്സുകളും. ദെൻ ഇപ്പോൾ MBA ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി എൻ്റെ ഒരു ആഗ്രഹം പഠിക്കുന്ന രീതിയിൽ നെക്സ്റ്റ് ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ പോസിബിലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇനി മറ്റുള്ള രാജ്യങ്ങൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകാൻ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഇത് പുതിയ നമ്മുടെ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പോവുകയാണ്. ആ സംശയക്കാര്യത്തിൽ വേണ്ട. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്വാളിഫൈ ആവാൻ വേണ്ടിയിട്ട് ഞാൻ PhD ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ. എനിവേ, ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഓക്കെ, എൻ്റെ ഫാമിലിയുടെയും പരിചയപ്പെടുത്താം. എൻ്റെ ഫാമിലി, ഭാര്യ ഷിഫ്ന, അവരൊരു സ്കൂൾ ടീച്ചറാണ്. 3 മക്കളാണ്. ആയിഷ നേബ ഒരു മോള്, അസീം അഹമ്മദ്, ദെൻ ബാസിം സലീം. ഇങ്ങനെ 2 ആൺകുട്ടികളും പെൺകുട്ടികളുമാണ്. പറഞ്ഞതുപോലെ തന്നെ ചാലി സ്കൂളിൽ പഠന ശേഷം കോളേജിൽ പഠിപ്പിച്ചു. അതിനുശേഷം 2008 ഞാൻ ഗൾഫിലേക്ക് പോകുന്നത്. 2008 ഗൾഫിൽ പോയി അവിടെ ഭംഗിയായിക്കൊണ്ട് ജോലി ചെയ്യുന്നു. ഏത് കാര്യം ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ ഒരു ബിസിനസ് മൈൻഡ് എൻ്റെ മനസ്സിലുണ്ട്. അത് എന്നും ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടിയാണ്. ഈ കോളേജ് ഗൾഫിൽ 18 വർഷം വർക്ക് ചെയ്യുന്നതിനിടയിൽ ഒരുപാട് മേഖലകൾ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. സോഷ്യൽ സർവീസിലും അതുപോലെ തന്നെ മറ്റുള്ള ട്രെയിനിങ് ക്ലാസ്സുകളിലും കലാവേദികളിലും കായിക വേദികളിലും അങ്ങനെ എല്ലാ മേഖലകളും എനിക്ക് ആളുകളെ പരിചയപ്പെടുന്നതും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ നല്ല ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. എന്നിരിക്കെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ ഏറ്റെടുക്കാനുള്ള കാരണം അതിന്റെ എക്സ്പീരിയൻസ്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ അതിൽ ആഗ്രഹിക്കുന്നത്. എൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ചെറിയ സമയത്ത് ഞാൻ ഇൻഷാ അല്ലാഹ് അറിയിക്കാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നൗഷസായുടെ വീട്ടിൽ ഞാൻ വന്ന സമയത്ത് കുറെ പ്രൊഡക്റ്റുകൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ കാണുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, ഈ പ്രൊഡക്റ്റ് ഒക്കെ എന്താ സംഭവം? അപ്പം അദ്ദേഹത്തിന്റെ മകൻ റയാൻ ഷാ എന്ന് പറയും. അവൻ പറഞ്ഞു, സലീം ഇത് പിന്നെ എന്റെ ഫാദറിന്റെ കുറച്ച് പ്രൊഡക്റ്റുകളാണെന്ന് പറഞ്ഞു. ആ പ്രൊഡക്റ്റുകൾ ഞാൻ എടുത്തു നോക്കി. അപ്പൊ ഞാൻ ചോദിച്ചു, നൂർഷാദ് എന്താണ്? അപ്പൊ പറഞ്ഞു, കുഴപ്പമില്ല, എന്റെ ഫ്രണ്ട് ഷമീർ എന്നൊരു ഫ്രണ്ട് എനിക്ക് കൊണ്ടുവന്നതാണ്. ആ സമയം നൂർഷാർ ഖത്തറിൽ വർക്ക് ചെയ്യാണ്. പ്രൊഡക്റ്റ് എടുത്ത് നോക്കി. ആദ്യം ഗഫ്രിയിൽ എടുത്ത് നോക്കി. നല്ല ഭംഗിയുള്ള ബോട്ടിൽ, അതിന്റെ പേരും കാര്യങ്ങളൊക്കെ നോക്കി. അതൊരു ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി. പിന്നെ കവച പ്രാഷ്, യൂറി ഫ്രഷ്, അങ്ങനെ കുറെ നല്ല മനോഹരമായ പ്രൊഡക്റ്റുകൾ. തീർച്ചയായിട്ടും ആ പ്രൊഡക്റ്റുകളെ കുറിച്ച് പഠിക്കാൻ നോക്കി. രാത്രി എടുത്ത് രാവിലെ വരെ ഏകദേശം എത്ര സമയം നിങ്ങൾ നോക്കിക്കോളും. അതിന് ശരിക്കും അതിന്റെ റൂട്ട് ഞാൻ പഠിച്ചു. ഇത് എവിടെ നിന്നാണ്, എന്താണ് ഈ പ്രൊഡക്റ്റ്, എന്തിനു വേണ്ടിയുള്ള പ്രൊഡക്റ്റ് ആണ്, ആരാണ് ഈ പ്രൊഡക്റ്റ് ഇറക്കുന്നത്, ഇതുകൊണ്ടുള്ള യൂസേജ് എന്താണ്. ആ സമയത്ത് ഞാൻ എൻ്റെ ഫാമിലി സഹിതം ഗൾഫിലായിരുന്നു. ആ ഗൾഫിലുള്ള സമയത്ത് എൻ്റെ മക്കൾക്ക് ഭയങ്കര പ്രയാസമാണ്. അവർക്ക് വെച്ചാൽ ഈ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് വെച്ചാൽ ഈ കഫ്, നമ്മൾ ചെറിയ കുട്ടികൾ പറയാറുണ്ട് ബാലറ്റ് TV എന്ന് പറയും. അതായത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ, പിന്നെ തണുപ്പ് പറ്റില്ല, ഐസ്ക്രീം കഴിക്കാൻ പറ്റില്ല, കാറിൽ യാത്ര ചെയ്യാൻ പറ്റില്ല, മഴ കൊള്ളാൻ പറ്റില്ല. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ 2 മക്കൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കോഴിക്കോടുള്ള ഒരു ഡോക്ടറെ കാണിച്ചിരുന്നു. ശരി, കുഞ്ഞു പൈസ കൊടുക്കും, മരുന്ന് വാങ്ങും, തന്നെ പരിപാടി. അത് കഴിഞ്ഞ് ഗൾഫിലെത്തി. ഡോക്ടർ തമ്പി എന്ന ഡോക്ടറാണ് എൻ്റെ മക്കളെ നോക്കുന്നത്. ആ തമ്പി ഡോക്ടറിനോട് പറഞ്ഞു, സലീം സാറേ ഭയങ്കര പ്രശ്നം, കുട്ടികൾക്ക് ഈ ബുദ്ധിമുട്ടാണ്. ഒന്നുമെങ്കിൽ നിങ്ങൾ എന്താക്കണം, നാട്ടിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കണം, അല്ല എങ്കിൽ ഈ ബിൽഡിങ്ങിന്, ഈ ഹോസ്പിറ്റലിന്റെ മുകളിൽ എന്തായിരിക്കണം, ഒരു റൂം എടുത്തോളൂ, എപ്പോഴും വരണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ അത്രത്തോളം പ്രയാസമായിരുന്നു ഈ ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എനിക്ക് മനസ്സിലായി. ഞാൻ കഫ്നയിലും കവച പ്രാശം മക്കൾക്ക് കൊടുത്തു. ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ നല്ല മാറ്റം തോന്നി. അപ്പൊ നൂർഷാദ് ഞാൻ ഗൾഫിലേക്ക് തിരിച്ചു പോവാണ്, എനിക്ക് പ്രൊഡക്റ്റ് എനിക്ക് എന്തെങ്കിലും വേണം, ഇത് എവിടെ നിന്നാണ് കിട്ടുക? അപ്പൊ കോഴിക്കോട് നമ്മുടെ കുറ്റ്യാടി റോട്ടിലെ ഭാഗത്തുള്ള ഷോപ്പിൽ പറഞ്ഞു. അപ്പൊ ഞാൻ പോയി നോക്കിയപ്പോൾ നല്ല തിരക്കുള്ള ഷോപ്പ്, ഒരുപാട് ആളുകൾ വന്ന് വാങ്ങുന്നു പോകുന്നു. ആ നൂർഷയോട് പറഞ്ഞു, നൂർഷ ഇത് സാധാ ഒരു പരിപാടിയല്ല, ഇതിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്, ഇതൊന്ന് പഠിക്കണം നമുക്ക്. അപ്പൊ നൂർഷ പറഞ്ഞു, ഇതൊന്നും മിണ്ടാണ്ടിരിക്കും, നമുക്ക് നമ്മളെ പരിപാടി നൂർഷ വന്ന് ഖത്തറിൽ ജോലി ചെയ്യണം, അതിനേക്കാളും നല്ല ജോലി, നല്ല സംഭവമാണ് സാറിന്. അപ്പൊ ഞങ്ങൾ 2 പേരും ഇത് പഠിക്കാൻ ഒരുങ്ങി. ഞാൻ സൗദിയിൽ നിന്നും നൂർ സാർ ഖത്തറിൽ നിന്നും പഠനം തുടങ്ങി. ഞാൻ ഓരോ പ്രൊഡക്റ്റും ഇങ്ങനെ പറയും, സാർ അത് കേൾക്കും. നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ പാട്ടും പരിപാടിയൊക്കെ സംസാരിക്കും. പക്ഷെ അതൊക്കെ മാറ്റി വെച്ച് ബിസിനസ്സായി മാറി ഞങ്ങളുടെ മനസ്സ്. എന്നും വൈകുന്നേരം നമ്മൾ രാത്രികളിൽ വിളിക്കും, ഈ വിഷയങ്ങൾ സംസാരിക്കും.
അപ്പൊ ഞാൻ പറഞ്ഞു നൂർഷ, ഈ രണ്ട് കാര്യങ്ങൾ എന്നെ സ്ട്രൈക്ക് ചെയ്തെന്ന് ഞാൻ പഠിച്ച സമയത്ത്, മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു ബിസിനസ് രണ്ട് പോയിന്റ്സ് എന്നെ ശരിക്കും അട്രാക്ട് ചെയ്തു. ഒരു അധ്യാപനമായതുകൊണ്ട് തന്നെ അതിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ ശരിക്കും ഡീപ്പ് റൂട്ടായിട്ട് നമ്മൾ പഠിക്കും. ആ സമയത്ത് അതിന്റെ പേര് എന്നെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. കാരണം മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ടായിരിക്കും ഒരു ഇന്റർനാഷണൽ കമ്പനി അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനി ഇങ്ങനെ ഒരു പേരിട്ടത്? ഒരു പ്രൈവറ്റ് ഇന്ത്യ എന്നോ പ്രൈവറ്റ് ഇന്റർനാഷണൽ എന്നോ ഒന്നും പേരിടാതെ ഗ്ലോബൽ എന്ന പേരിട്ടപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ അതെന്ന് മനസ്സിലായത്, ഗ്ലോബിൽ എവിടെയെല്ലാം മനുഷ്യരും സസ്യങ്ങളുമുണ്ടോ അവർക്കുള്ള പ്രൊഡക്റ്റുകളാണിത്. അത് മനസ്സിലായപ്പോൾ അതിന് എനിക്ക് നന്നായി തോന്നി, ഓ അടിപൊളി പ്രൊഡക്റ്റ്. പിന്നെ ഇതിന്റെ എക്സലന്റ് മാനേജ്മെന്റ് ക്വാളിറ്റി എന്താണ്, അവർക്കുള്ള പാരമ്പര്യം എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കി. അതുപോലെ തന്നെ റിസൾട്ട് ഓറിയന്റഡ് പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിച്ച് എനിക്ക് മനസ്സിലായി. അതിനുശേഷം എന്റെ പ്രൊഡക്റ്റ് ഒരുപാട് ഫ്രണ്ട്സിന് കൊടുത്തു. അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ആര് പറയുമ്പോഴും അവർക്ക് സന്തോഷമാണ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ. അപ്പോ ഈ ഒരു പ്രൊഡക്റ്റ് ഇത്രയും മനോഹരമാണെങ്കിൽ എന്തുകൊണ്ട് നമുക്കിത് നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൂടാ? പിന്നെ ഇപ്പൊ നൂറിലെ പ്രൊഡക്റ്റുകളായി, അതുപോലത്തെ 800 ഔട്ട്ലെറ്റുകളുണ്ട്. പിന്നെ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു കഴിവിനെ എക്സ്പീരിയൻസ് ആയ ആളുകൾക്ക് സംസാരിക്കുന്നു. അതിലുപരിയായിട്ട് വലിയൊരു സയന്റിസ്റ്റ് മേഖല ഇതിലുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയപ്പോൾ ചെറിയ ഒരു മുതൽ മുടക്കിലൂടെ വലിയ സംരംഭത്തിലേക്ക് പോകാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ള കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു. അതിനുശേഷം ഞാൻ സ്ലോലി എൻ്റെ ടീമിനെ ഞാൻ ബിൽഡപ്പ് ചെയ്യാൻ തുടങ്ങി. ഞാൻ സ്വന്തം എൻ്റെ വീട്ടിലും ഒക്കെ പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്തു. അതുപോലെ ഞാൻ ഗൾഫിലേക്ക് കൊണ്ടുപോകുമ്പോൾ എൻ്റെ ബോക്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ കൊണ്ടുപോകുമ്പോൾ കുറേ പ്രൊഡക്റ്റുകൾ കൊണ്ടുപോകും. അതിൽ നമ്മുടെ 1/2 കിലോ നമ്മളെ ബാറില്ലേ, റൗണ്ട് ബാർ, ആരെങ്കിലും നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് കൊണ്ടുപോകും. എന്നാൽ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് കൊണ്ടുപോയ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് മൈ ലൈഫ് സ്റ്റൈലിന്റെ ഒരു പ്രതിനിധിയാണ് ഞാൻ. നൂർഷ ഒരു പ്രോഗ്രാമിന്, കസവ് കലാവേദി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന് ഗൾഫിലേക്ക് ഒരു ഇനാഗ്രേഷൻ സാർ വന്നിരുന്നു, ഒരു ജഡ്ജായിട്ട്, ഒരു മാപ്പിളപ്പാട് റിയാലിറ്റി ഷോ ഉണ്ട്. ആ സമയത്ത് ഞാൻ എപ്പോഴും പറയും, സലീം സാറേ, പിന്നെ 20 കിലോ കഴിഞ്ഞു അതിൽ, പക്ഷെ ഇനി പിന്നെ നമ്മുടെ ഈ പാറ് അതുപോലത്തെ ലിക്വിഡ് കൊണ്ടുവരാൻ പറ്റില്ല, 2-3 കിലോ അധികം ഉണ്ട്, എന്താ ചെയ്യാ വെച്ച്. അപ്പൊ ഞാൻ നൂർഷയോട് പറഞ്ഞു, നൂർ സാറേ, അതിൽ 3 കിലോ ബീഫ് ഉണ്ടല്ലോ, ആ ബീഫ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതിലേക്ക് എന്ത് വെക്കണം, ഈ ഒരു പിന്നെ നമ്മുടെ പാത്രം കഴുകണ സാധനം വെക്കണം. അപ്പൊ നോക്കിയാൽ അല്ല മോനെ, നമുക്ക് ബീഫ് നമുക്ക് പിന്നെയും വാങ്ങിക്കാം, പക്ഷെ ഈ പ്രൊഡക്റ്റ് അവിടെ നമ്മൾ യൂസ് ചെയ്യണം, എന്റെ റൂമിലേക്ക് വരുന്നവരോടൊക്കെ പറയണം. അങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ച പ്രൊഡക്റ്റാണ് ഞാൻ. അതിലൂടെ ഒരുപാട് ടീമിനെ സൗദി അറേബ്യയിൽ എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. ഒരു മടിയും കൂടാതെ ഞാൻ ഇതിന്റെ ഭാഗമാണ് എന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചു, എന്റെ ഫ്രണ്ട്സിനെയൊക്കെ അറിയിച്ചു. ഇല്ല, നമ്മൾ പറയാറുണ്ട്, ഒരു അറബിയിലുണ്ടല്ലോ, നെഫൂസ് അൽ കസ്ല, മടിയന്മാർ ഒരിക്കലും വിജയിക്കൂല. ഏത് മേഖലയാണ്, ഡയറക്ട് സെല്ലിംഗ് മാത്രമല്ല, ഏത് മേഖല. ഇപ്പൊ എത്ര നോക്കും നിങ്ങൾ, എത്ര ആളുകളുണ്ട് ഇന്ന്, പല ആളും നമ്മുടെ ടീമിലെ പല ആളുകൾ നമ്മൾ വിളിച്ചിരുന്നിട്ടും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ ഇന്ന് സൗദ മാഡം, എന്നോട് ഈ പരിപാടി എന്നെ ക്ഷണിച്ച മാഡത്തിന് ഒരു സല്യൂട്ട്. ഓക്കെ, ആ മാഡം എന്നോട് പറഞ്ഞു, 5:30 അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാഡം സലീം സാർ എണീറ്റിട്ടൊന്നു. ഞാൻ സാർ മാഡം, ഞാൻ അത് 5 മണിക്ക് മുമ്പ് എണീറ്റ ഒരാളാണ്. കാരണം ഒരു പ്രവൃത്തി വിജയിക്കണമെങ്കിൽ അവൻ രാവിലെ എണീറ്റ് പഠിക്കണം. ഞാൻ ഗൾഫിലെ സമയത്ത് 4 മണിക്ക് 4:30 മണിക്ക് എണീക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വഴികൾ ഒരുപാടുണ്ട്, പക്ഷെ ഒരു മടിയും കൂടാതെ ചെയ്യുക എന്നുള്ളത് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ പറഞ്ഞു കൊണ്ടുവന്ന സംഭവം, ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്നെ വല്ലാണ്ട് ആകർഷിച്ചു. ഞാൻ അതിലേക്ക് ഇറങ്ങി സ്ലോലി ഞാൻ ടീം വർക്ക് ചെയ്തു, നല്ല ടീമായിട്ട് കൊണ്ടുവന്നു, ഐഡിയ അടിച്ചു, ട്രൈപൂൾ ഐഡിയ അടിച്ചു. എനിക്കിതിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട് എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ്, അതിന് വ്യക്തമായി പഠിച്ച ഒരാളാണ് ഞാൻ. എന്തൊക്കെ എത്ര കേരളത്തിലുണ്ട്, ഇന്ത്യയിൽ എത്ര ഇതുണ്ട്, ഇതിന്റെ ചരിത്രം എന്താ, അതൊക്കെ നമ്മൾ ഒരുപാട് കേരളത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, എന്റെ എക്സ്പീരിയൻസ് മാത്രമാണ് നിങ്ങൾക്ക് കേൾക്കേണ്ടത്. അങ്ങനെ ഓരോ ആഴ്ചകൾ എനിക്ക് ഫ്രീ ടൈം കിട്ടും. ഞാൻ സ്കൂളിന് പുറമെ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ് എടുക്കുന്ന ആളാണ്. ട്രാൻസ്ലേഷൻ വർക്ക്, പാട്ട്, അതുപോലെ ആങ്കറിങ്, അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഫ്രീ ടൈമറാണ്. ഫ്രീ ടൈമർ, പാർട്ട് ടൈമർ, ഫുൾ ടൈമർ. അങ്ങനെ ഫ്രീ ടൈമർ ആയിട്ടാണ് ഞാൻ ഇതിൽ പങ്കെടുക്കും. പക്ഷെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുകൾ എന്നോട് പറഞ്ഞു, സലീം സാർ, നല്ലൊരു ജോലി നിങ്ങൾക്കില്ലേ, നല്ലൊരു പിന്നെ സംഭവം നിങ്ങളാണല്ലോ, പിന്നെ എന്തിനാണ് ഈ ഒരു പരിപാടിക്ക് ഇറങ്ങുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പഠിച്ച ഒരു പരിപാടി ഒരിക്കലും പ്രയാസമല്ല, മറ്റുള്ളവർക്ക് ആശ്വാസവും ആവേശവുമാണ്. ഇതൊരു ആവേശവുമാണ് ആശ്വാസവുമാണ്. ആവേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ കീശയിലേക്ക് ഒരുപാട് ക്യാഷ് വരുമ്പോൾ നമുക്കൊരു ആവേശം തന്നെയല്ലേ. എല്ലാവർക്കും ക്യാഷിന് ആവശ്യമില്ലേ, നല്ല വീട് വെക്കണ്ടേ, നല്ല വാഹനം വാങ്ങണ്ടേ, നമ്മുടെ മക്കൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണ്ടേ. ഞാൻ കഴിഞ്ഞാലും എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്ന രീതി, നമ്മുടെ ഒരു ബാലൻസ് വേണ്ടേ, ഇതൊക്കെ നമുക്ക് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അതിനുള്ള അവസരമില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്നെ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ പറയുന്ന പേരാണ് രണ്ടാമത്, എന്റെ നോമിനി ഫെസിലിറ്റി. ഇതിന്റെ പ്ലാൻ നിങ്ങൾക്ക് കേട്ടവരാണ്.
മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ചിന്തിച്ചിത്രയേ ഉള്ളൂ. 56 വയസ്സ് വരെ കേരളത്തിൽ നമുക്ക് എന്താക്കും ഗവൺമെന്റ് ജോലി ചെയ്യാം. ഇനി പ്രൈവറ്റ് ആണെങ്കിൽ അറിയാലോ, നമ്മൾ ആരോഗ്യ കേന്ദ്രത്തിൽ ചെയ്യാം. ഇനി ഗൾഫിലാണെങ്കിൽ 60 വയസ്സാണ്. 60 വയസ്സ് വരെ ജോലി ചെയ്ത് 61ാമത് വയസ്സായി 60 കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോരേണ്ടി വരും. ഒരു രൂപ പോലും സ്പെഷ്യലായിട്ട് അടുത്ത മാസം നമുക്ക് അയച്ചു തരൂല, ഒരു കമ്പനിയും അയച്ചു തരൂല. ഓ സലീം സാർ അടിപൊളിയായിരുന്നു, 30 വർഷം വർക്ക് ചെയ്തു, നമുക്ക് മാസം 500 റിയാൽ അയച്ചു കൊടുക്കാം. ഒരാരും അയച്ചു തരില്ല, കാരണം അങ്ങനെ സിസ്റ്റം എന്തിനില്ല, എവിടെയില്ല. പക്ഷെ ഈ കമ്പനിയിലെ നോമിനി ഫെസിലിറ്റി എന്നെ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തു. എന്താ പ്രത്യേകം അറിയാം, എനിക്കും എന്റെ ജനറേഷനും എന്റെ തൊട്ടുമക്കൾക്കും അതിന് വരുന്ന എന്റെ പേരക്കുട്ടികൾക്ക് പോലും ലഭിക്കാവുന്ന നോമിനി ഫെസിലിറ്റി ഉണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല എങ്കിൽ എനിക്ക് എത്ര ഡിഗ്രി ഉണ്ടായിട്ട് എന്ത് കാര്യം, എനിക്ക് എത്ര PG ഉണ്ടായിട്ട് എന്ത് കാര്യം? ഒന്നുമില്ലല്ലോ. 18 വർഷം സാലറി വാങ്ങിച്ച ആളാണ്. 20 വർഷം, 2 വർഷം ഫോട്ടോകൾ ലെക്ചർ ആയിരുന്നു, ഇവിടെ 18 വർഷം. അന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി എന്താക്കണം, എനിക്ക് സാലറി കൊടുക്കണം. അത് 1 രൂപയാണെങ്കിലും ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന രീതി നമുക്കുണ്ടാവില്ല. ഞാൻ പറയാറുണ്ട്, മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മകൾ ചെയ്യുമ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി, അവരുടെ മനസ്സിലുണ്ടാവുന്ന പ്രാർത്ഥനയാണ് നമ്മുടെ ഏറ്റവും വലുതെന്നല്ലേ. നമുക്കൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ അത് അവസരം കിട്ടാത്തത് കൊണ്ടാണ്. അപ്പൊ മൈ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ ഈ 2 പോയിന്റ് എന്നെ ആകർഷിച്ചു. നൂർഷയോട് പറഞ്ഞു, നൂർഷ നീ അവിടെ ഖത്തറിന്ന് പോര്, കുറച്ച് ഞാൻ അങ്ങ് വരാം. നൂർഷ ഖത്തറിന്ന് ഇറങ്ങി ഇന്ന് സാർ, ഞാൻ വളരെ പ്രൗഡ്ലി ഞാൻ അറിയിക്കുകയാണ്, നൂർഷ സാർ ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ടു തുടക്കത്തിൽ. കാരണം ഞങ്ങൾക്ക് അത്രയും പ്രയാസം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സുഹൃത്തു വല എത്രത്തോളമായിരുന്നു. ഞങ്ങൾ എപ്പോഴും കളിയാക്കും ആളുകൾ, സലീം സാറും നൂർഷ സാറും നല്ല പരിപാടി ഒഴിവാക്കിയിട്ട് ഇത് എന്തിനാണ് ഇത്രയും ആളുകൾ ഇങ്ങനെയുള്ളൊരു പരിപാടിക്ക് വന്നിരിക്കുന്നത്. അപ്പൊ പറയുന്നത്, ഞങ്ങൾ ചെയ്യുന്ന പരിപാടി അഡ്രസ് ഇല്ലാത്ത പരിപാടിയല്ല അല്ലെ നമ്മൾ പറയുന്നത്. വളരെ ഓക്കെ, പിന്നെ അഡ്രസ് ഇല്ലാത്ത പരിപാടിയില്ല, വ്യക്തമായ അഡ്രസ് ഉണ്ട്. എവിടെയാണ്, ആരാണ്, എന്താണ്, എങ്ങനെയാണ് എന്നൊരു ഞാൻ പറഞ്ഞു. നൂർഷയോട് പറഞ്ഞ പറയുന്നുണ്ട്, നൂർഷ നമ്മൾ എത്ര ക്യാഷ് ഉണ്ടാക്കിയാലും അതിന്റെ ഒരു ഭാഗം ഗവൺമെന്റിന് ടാക്സ് അടച്ച് അതിന്റെ ബാക്കിയാണ്. കോടികൾ ഉണ്ടാക്കിയാലും നമുക്ക് എന്താക്കും, ഇതിനെ ചോദിച്ചു വരാൻ ഒരു ആളുമില്ല. അത്രത്തോളം പെർഫെക്റ്റ് ആയ ജോലിയാണെന്നൊക്കെ ഞാൻ പറഞ്ഞ് അദ്ദേഹത്തോട് കൂടി. ഓക്കെ ശരി, അപ്പൊ നൂർ സാർ റെഡി, ഞാൻ റെഡിയാണ്. നൂർ സാർ അവിടെ നിന്ന് ഇറങ്ങി പരിപാടി തുടങ്ങി. നല്ല ടീമിനെ ബിൽഡ് ചെയ്ത്, അങ്ങനെ ടീമിനെ ബിൽഡ് ചെയ്ത് ഞാൻ ഒരു നമുക്കറിയാം 2 ORG ആണ്. ആ 2 ORG അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഭാഗത്ത് നന്നായിട്ട് ഞാൻ നല്ല ടീമിനെ ബിൽഡ് ചെയ്തു. ഇന്ന് എന്റെ ടീമിൽ നോക്കുന്നത്, ഞാൻ ഫ്രീ ടൈമറായിട്ട് ഗൾഫിൽ നിന്ന് വർക്കുമ്പോഴും ഞാൻ ബന്ധങ്ങൾ കീപ്പ് ചെയ്യും, അവരെ പേഴ്സണലായിട്ട് വിളിക്കും. എപ്പോഴും കാര്യങ്ങൾ നമ്മളെ ഗ്രൂപ്പിൽ എപ്പോഴും നമ്മൾ ലൈവ് ആയിരിക്കും. എന്റെ ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് വേറെ ഗ്രൂപ്പുള്ളൂ, എന്റെ ഫാമിലി ഗ്രൂപ്പ് ഉണ്ട്, അത് എനിക്ക് ഇഷ്ടം പോലെ ഗ്രൂപ്പ് ഉണ്ട്, അറിയാലോ, നമ്മളൊരു അധ്യാപകനാണ്, മറ്റുള്ളവർക്കുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും മൈ ലൈഫിന്റെ ഞങ്ങളുടെ V1 ഇന്റർനാഷണൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്, നൂർഷയുടെ അടങ്ങുന്ന. അത് എപ്പോഴും ലൈവ് അല്ലെ. നമ്മൾ ആളുകളുണ്ട്, ഒരു പോസ്റ്റ് ഇട്ടാൽ ലൈക്ക് ചെയ്യാൻ പോലും മടിയാണ്, ഒരു വാക്ക് കൺഗ്രാറ്റ്സ് പറയാൻ നമുക്ക് മടിയാണ്. ഇങ്ങനെയൊക്കെ ആളുകളുണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ മനസ്സനുസരിച്ച് പറഞ്ഞാൽ വിശാലമാകും, ഒന്നും പേടിക്കണ്ട. എനിവേ, എനിക്ക് ടീം ഉണ്ടായി. അങ്ങനെ ഇപ്പൊ എന്റെ ടീമില് TC ആയിട്ടൊരു നമ്മുടെ മാനന്തവാടിയിൽ അഫ്ഷാന മാഡം, അതുപോലെ മിനി മാഡം, ഞങ്ങളുടെ ലേഡി ലീഡറാണ് മിനി മാഡം. അവരെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ബന്ധപ്പെടാൻ സാധ്യതയില്ലാത്ത ആളുകൾ, പക്ഷെ ഇതിലൂടെ വന്നപ്പോൾ നല്ലൊരു നെറ്റ്വർക്ക് വിശാലമായിട്ടുണ്ടായി. ഇപ്പൊ വയനാട്ടിൽ എപ്പം ചെന്ന് കഴിഞ്ഞാലും ഈ മിനി മാഡത്തിന് സഞ്ജയ് സാർ ഞാൻ മാനന്തവാടി ഉണ്ട്, എനിക്ക് ചെറിയ ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞാൽ ഏത് പാതിരാക്കിന് ഇറങ്ങി വരാൻ മാത്രം ബന്ധമുള്ള മനസ്സുള്ള ആളുകളാണ് ഇതിലുള്ള ഒരു ടീം സ്പിരിറ്റ് എനിക്ക് ഇതിലൂടെ ഉണ്ടാക്കാൻ സാധിച്ചത്. അങ്ങനെ സക്കീർ സാർ നമ്മുടെ മേപ്പാടി, നമ്മുടെ സിദ്ദിഖ് സാർ നമ്മുടെ പെരിന്തൽമണ്ണ, മുസ്തഫ സാർ മുട്ടിൽ, പിന്നെ മിലിറ്ററിയിൽ നിന്ന് റിട്ടയർഡ് ആയ ഒരു പേഴ്സണാലിറ്റിയാണ്, നല്ല പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹത്തിന്റെ അച്ചടക്കം എന്നൊക്കെ എനിക്ക് ഭയങ്കര, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പലതും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സംസാരം, അതിന്റെ ടൈം സ്പിരിറ്റ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ATC ലീഡറായിട്ട് സലീം സാർ, DTC ലീഡറായിട്ട് സിൽവസ്റ്റർ സ്റ്റാർ, ZTC ലീഡറായിട്ട് ഇന്നത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മാറ്റി വെച്ചുകൊണ്ട് സിദ്ദീഖ് സാർ, ഒരു STC ലീഡർ VS മാഷ്, അദ്ദേഹം ഒരു പ്രൈവറ്റ് കോളേജ് സ്കൂൾ അധ്യാപകനായിരുന്നു, പ്രിൻസിപ്പൾ ആയിരുന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത്രത്തോളം നല്ല ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റി നല്ല സ്നേഹബന്ധത്തോടുകൂടി പോകുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് വ്യക്തമായ ധാരണ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ കണക്ക് കൂട്ടി നോക്കി, ഇനി എനിക്ക് 14 വർഷം ബാക്കിയുണ്ട്. ഈ 14 വർഷം കൊണ്ട് ഈ ഒരു മാസം ഇത്ര, ഞാൻ പറഞ്ഞു ഇത്ര 2.5 ലക്ഷം സാലറി, ഈ സാലറി കൂട്ടി നോക്കിയപ്പോൾ എനിക്ക് ടോട്ടലി എത്ര രൂപ കിട്ടും? അത്ര എനിക്ക് കിട്ടുള്ളൂ അല്ലെ. 14 വർഷം ബാക്കിയുണ്ട്, മാസം ഇത്ര സാലറി, ഇത്ര വർഷം കണക്ക് കൂട്ടിയപ്പോൾ ഒരു ഏകദേശം ഒരു എമൗണ്ട് എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ മനസ്സിലാക്കി എനിക്ക് അത്രേ കിട്ടും. പക്ഷെ എന്റെ കാലം കഴിഞ്ഞാലും ഇതിലേക്ക് ഇൻകം വരുന്ന നോമിനി ഫെസിലിറ്റി എന്നെ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ മനസ്സിലാക്കി ഇനി പാർട്ട് ടൈം പറ്റില്ല, ഫ്രീ ടൈം പറ്റില്ല, ഫുൾ ടൈമർ ആവണം. അങ്ങനെ ഇതിന്റെ ഹിസ്റ്ററി ഞാൻ നോക്കി, എത്രത്തോളം ആളുകൾ, ഇത് ഞാൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് ആളുകൾ ദുബായിൽ നിന്നും ഖത്തറിൽ നിന്നും ഒക്കെ ഇതിൽ നല്ല എഡ്യൂക്കേറ്റഡ് ആളുകൾ ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കറിയാം യമുന ഷീജൻ മാഡം, ആ യമുന ഷീജൻ സാർ, അദ്ദേഹത്തിന് പിന്നെ ജോലിയിൽ നിന്ന് മിനിസ്റ്ററുടെ
എയർഫോഴ്സിൽ നിന്ന് ഇറങ്ങി വന്ന് അവരുടെ കൂടെ വർക്ക് ചെയ്തപ്പം യമുന മാഡം ഡയമണ്ട് ആണ് ഇന്ന്. ഏകദേശം 25 ലക്ഷത്തോളം ഇന്ത്യൻ മണി വാങ്ങുന്നു. ഒരു ഡൽഹി പബ്ലിക് സ്കൂളിലെ ഒരു ഫിസിക്സ് ടീച്ചറായിരുന്നു. അപ്പം അദ്ദേഹത്തിന് ജോബ് പിന്നെ നോമിനി ഫെസിലിറ്റി ഭാര്യയ്ക്ക് ലഭിക്കുകയും ഇന്ന് ലേഡി ഐക്കൺ ആയിക്കൊണ്ട്, ബിസിനസ് ഐക്കൺ ആയിക്കൊണ്ട് അവരിന്ന് മുന്നോട്ട് പോകും. അശോക് സാറുടെ വൈഫ്. അങ്ങനെ ഈ നോമിനി ഫെസിലിറ്റിയെ കുറിച്ച് നന്നായി ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ആക്റ്റീവ് ഇൻകത്തേക്കാൾ നമുക്ക് പാസീവ് ഇൻകം ലഭിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണെന്നുള്ള വ്യക്തമായ ധാരണ. ഒരാളും പഠിപ്പിച്ചിട്ടോ ഒരാളുടെ മോട്ടിവേഷനോ ഒന്നുമല്ല, സ്വന്തമായിട്ടും പഠിച്ചുണ്ടാക്കിയ. ഇപ്പൊ നൂർസാർ എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യില്ല, നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നപ്പോൾ ഇത് വലിയൊരു സംഭവമായി മാറും സാധിക്കുമെന്നുള്ള ബോധ്യമാണ്. അന്ന് ചെറിയ രീതിയിൽ ബ്രോൺസ് അല്ലെ സിൽവർ അങ്ങനെ കയറി വന്ന് ഗൾഫിലായിരിക്കുമ്പോൾ ഈ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ DTC ലീഡർ ആയിരിക്കുമ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി പാടില്ല. നൂർഷാദ് പറഞ്ഞു, നൂർഷാദ് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഈ 44-ാം വയസ്സിൽ എനിക്ക് വിടാൻ പോകും. അപ്പോഴേക്കും കുഴപ്പമില്ലാത്ത അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ പിന്നെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ. നമ്മൾ വെറുതെ ഇരിക്കുന്ന ഒരാളല്ല ഞാൻ, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി മറ്റുള്ള ടൈമൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നല്ല കുഴപ്പമില്ലാത്ത ജീവിച്ചു പോകുന്നു. ഇനിയും എനിക്ക് ജോലിയുണ്ട്, ജോലി ഇല്ലാണ്ടിരിക്കുന്നില്ല, ജോലി എനിക്കുണ്ട്. പക്ഷെ ഇതിന്റെ വലുപ്പം എത്രത്തോളം നോക്കൂ, വെറും കുറച്ച് പൈസ ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ച് ആ സാധനം വാങ്ങിക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് വിൽക്കാനും വാങ്ങിച്ചു കൊടുക്കാനും അതിലൂടെ ബിസിനസ് ബിൽഡപ്പ് ചെയ്യാനും 100-ലേറെ പ്രൊഡക്റ്റ് നമുക്ക് ഏത് സമയത്ത് വാങ്ങാനും വിൽക്കാനുള്ള അധികാരം, അത് DP പ്രൈസിന് വാങ്ങിച്ച് പിന്നെ MRPക്ക് വിൽക്കാനുള്ള സ്വാതന്ത്ര്യം, അതിലേറെ 800 ഔട്ട്ലെറ്റ് ഓൾ ഇന്ത്യയിലുണ്ട്. എവിടെ നിന്ന് നമ്മുടെ ടീം വാങ്ങിച്ചാലും നമ്മുടെ ഇൻകം എത്തുന്ന ഒരു സിസ്റ്റം. അതിലുപരിയായിട്ട് 2030 ആകുമ്പോഴേക്കും 1000-ലേറെ പ്രൊഡക്റ്റ് വരുമ്പോൾ 10 കിലോമീറ്ററിനിടയിൽ ഓരോ PUC വരുമ്പോൾ ആ PUCയിൽ പോകുന്ന ഒരാള് എന്റെ ടീമിലെ മെമ്പർ ആകുമ്പോൾ എത്രത്തോളം നോക്കൂ നിങ്ങൾ. ഞാൻ അതിനു മുമ്പ് കോഫി ഷോപ്പും മറ്റുള്ള ബിസിനസ്സൊക്കെ ചെയ്ത ഒരാളാണ്, ബിസിനസ്മാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഇതിന്റെ വലുപ്പം മനസ്സിലായപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് സാലറി ആണെങ്കിൽ എംബസി സ്കൂളിൽ വിട്ടേ പറ്റും. കാരണം ഫുൾ ടൈമർ ആവണം. ഫുൾ ടൈമർ ആയി കഴിയുമ്പോൾ തുടക്കം നല്ല പ്രയാസം ഉണ്ടാവും. 1, 2, 3, 4 വർഷം നമ്മൾ വല്ലാണ്ട് വേർക്കും, പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും. പക്ഷെ അതെല്ലാം ഒരു സൈഡിൽ മാറ്റി വെച്ചുകൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഉണ്ടാക്കണം നമ്മൾ ഇറങ്ങണം എന്ന് മനസ്സിലാക്കിയപ്പോൾ 2026 ഏപ്രിൽ മാസം അങ്ങ് ഇറങ്ങി. എന്നിട്ട് ഞാൻ ചെയ്ത സംഭവം വെച്ചാൽ മെയ് 1-ാം തീയതി എന്റെ പോസ്റ്ററിൽ ഞാൻ ഒരു പേസ്റ്റും പിടിച്ചു. ഞാൻ അതിനു മുമ്പ് ബ്ലേസറും ടൈയൊക്കെ ഇട്ട് ഞാൻ ഗ്ലാമറായി ക്ലാസ് പോകുന്ന സംഭവമൊക്കെ ഒഴിവാക്കിയിട്ട് പിറ്റത്തെ ഡേ ഞാൻ ഇട്ടിരിക്കുന്നത് എന്താണെന്നറിയാം, ഒരു പേസ്റ്റും പിടിച്ച പേസ്റ്റിന്റെ ക്വാളിറ്റി ഞാൻ പറഞ്ഞു. അപ്പൊ എന്റെ ഫ്രണ്ട്സും സുഹൃത്തുക്കളെ സലീം സാറെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. പരിപാടി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇനി ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ട് ഇറങ്ങാൻ പോകണം. ഞാൻ തന്നെ പരസ്യക്കാരനായി എന്റെ പ്രൊഡക്റ്റ് പ്രൗഢിയോടുകൂടി ഞാൻ മുന്നോട്ട് വെച്ചപ്പോൾ പല ആളുകൾ വിളിച്ച് എനിക്ക് സാറാ പ്രൊഡക്റ്റ് വേണം, എനിക്ക് അയച്ചു തരണം, എനിക്ക് വേണം, അത് എവിടെ നിന്ന് കിട്ടും. അങ്ങനെ ഒരുപാട് എൻക്വയറികൾ വന്നപ്പോൾ ഞാനത് ചെയ്തു. ഞാൻ പറയാറുണ്ട്, പീപ്പിൾ റൈറ്റ്ലി സക്സീഡഡ് അൺലെസ് ദേ ഹാവ് ഫൺ വാട്ട് ദേ ആർ ഡൂയിങ്. ചെയ്യുന്ന പ്രവൃത്തിയിൽ ആനന്ദം കണ്ടെത്താത്തവർ വളരെ കുറച്ചേ വിജയിച്ചിട്ടുള്ളൂ. എന്ന് വെച്ചാൽ എന്താണോ ചെയ്യുന്നത് അത് ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ സാധിക്കണം. എന്റെ ലീഡർ പറഞ്ഞതല്ലേ, ഇയാൾ ഇത് പറഞ്ഞാൽ അവനെന്താ വിചാരിക്കുക, അതല്ല അതിന്റെ സിസ്റ്റം. എന്റെ കാര്യങ്ങൾ വിജയിക്കണം എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. മൈ ഡിയർ ഫ്രണ്ട്സ്, എന്റെ ജീവിതത്തിൽ 2 കാര്യങ്ങൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. അത് 2 കാര്യം ഞാൻ നേടി. ഒന്നാമത് 2002 ഞാൻ ഡിഗ്രി ഫൈനൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡൽഹിയിൽ പങ്കെടുക്കണം. എങ്ങനെ നമ്മൾ ജനുവരി 26 നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, രാജ്യപഥത്തിൽ പരേഡൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ക്യാമ്പ് 6 മാസത്തോളം ഡൽഹിയിലായിരിക്കും. പക്ഷെ അവിടെ എത്തിപ്പെടാൻ ഭയങ്കര പ്രയാസം. ഒരിക്കലും നമ്മളപ്പോൾ ആൾക്ക് എത്തൂല എന്നായിരുന്നു ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ ഞാൻ അതിനിറങ്ങി പുറപ്പെട്ട് 2002 വൺ ഓഫ് ദി ബെസ്റ്റ് NSS കാഡറ്റ് ആയിട്ട് ഡൽഹിയിൽ ഞാൻ പങ്കെടുത്തു. ഒരുപാട് അവാർഡുകൾ, അതിന്റെ പോസ്റ്റൊക്കെ ഞാൻ FB പോസ്റ്റ് ചെയ്യാറുണ്ട്. നോക്കൂ നിങ്ങൾ, ആ ഒരു മനസ്സ് എനിക്ക് അന്നേ ഉണ്ടായിരുന്നു, വിജയിക്കണം എന്നുള്ള. അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് കാഡറ്റ് ആയിക്കൊണ്ട് ഇന്നും ആ റെക്കോർഡ് ഞാൻ നിലനിർത്തുന്നുണ്ട്. അന്നത്തെ ബന്ധം ഇന്നും ഞാൻ ഇതിൽ നിലനിർത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഇഷ്ടത്തോട് ചെയ്യുമ്പോൾ വിജയത്തിന്റെ ഉന്നതിയിലെത്തുന്ന യാതൊരു സംശയമില്ല. അത് നേടിയെടുത്തു. 2ാമത് ഞാൻ ആഗ്രഹിച്ചത്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സ്പീച്ച്, അറബിക് സ്പീച്ച്. ചെറുപ്പത്തിലെ അറബി, അതുപോലെ പാട്ട് പാടും, കഥാപ്രസംഗം, മോൺ ആക്ട്, മൈമട്ര എല്ലാ മേഖലകളിൽ ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ അറബി പ്രസംഗത്തിൽ എനിക്ക് ഇപ്പോൾ 3-ാം സ്ഥാനം കിട്ടുക. കാരണം ഈ ഗൾഫിൽ നിന്നുള്ള ആളുകൾ ഏത് സൗദിയിൽ ആളുകൾ അരീക്കോട് സുല്ലമസ് കോളേജിൽ അവിടെ പഠിക്കും. അപ്പൊ അവരായിരിക്കും അറബി പ്രസംഗത്തിൽ 1-ാം സ്ഥാനം ലഭിക്കുന്ന ആളുകൾ. ഞാനൊരു എക്സ്പീരിയൻസ് പറയാം കേട്ടോ. അപ്പോൾ ആ അറബി, അപ്പൊ അവര് ഈ 1ും 2ും അവർ കിട്ടും, 3rd എനിക്ക് കിട്ടും. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി. എന്ത് ചെയ്തിട്ട് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നില്ല. ആ സമയത്ത് ഞാൻ എന്താക്കി, B.Ed അവസാന വർഷം എന്റെ 7ാമത്തെ എന്റെ കരിയർ അവസാനിപ്പിക്കാൻ, BEdോടുകൂടി എന്റെ കോഴ്സ്
കോഴ്സ് കഴിഞ്ഞു. അങ്ങനെ മാത്തേഴ്സ് അലിഫി കോളേജിൽ PhD പഠിക്കുന്ന സമയത്ത് അന്ന് 5 മിനിറ്റ് പ്രസംഗത്തിന് വേണ്ടി ഒരു വർഷം ഞാൻ പ്രാക്ടീസ് ചെയ്തു. ഓരോ സബ്ജക്ട് എടുത്ത് ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് സംസാരിക്കും. അങ്ങനെ ബി സോൺ വന്നു, ബി സോൺ 1ാം സ്ഥാനം ലഭിച്ചു. അതിനുശേഷം ഇന്റർ സോൺ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നടക്കുകയാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാ ആളുകളും ഒരുമിച്ച് കൂടുന്നു. ഈ രണ്ടാളുകൾ എപ്പോഴും ഈ സൗദി ഡ്രസ്സൊക്കെ ഇടായിട്ട് പ്രസംഗിക്കുക. ഇപ്പൊ ജഡ്ജസിന് ഭയങ്കര ഇഷ്ടപ്പെട്ട നല്ല പ്രസംഗം അറിയാലോ, സൗദിയുള്ള ആളെ കൊളോക്കിൽ അറബിക്ക് ആയതുകൊണ്ട് സൂപ്പറായി ചെയ്യും. ആ സമയത്ത് ഒരു ടോപ്പിക് അടിപൊളിയായിരുന്നു. എന്റെ ടോപ്പിക് എന്ന് വെച്ചാൽ ക്യാമ്പസ് രാഷ്ട്രീയം എന്ന വിഷയത്തിൽ അവർക്ക് അങ്ങനെ ഉഷാറാകാൻ പറ്റില്ല. പക്ഷെ ഞാനങ്ങ് കത്തിക്കയറി അടിച്ചു പൊളിച്ച് പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ എനിക്ക് 1ാം സ്ഥാനം ലഭിച്ചു. ആ രണ്ടാളുകൾക്ക് 3ാം സ്ഥാനം, ഒരാൾക്ക് പ്രൈസ് കിട്ടിയിട്ടുമില്ല. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ആ ഇഷ്ടത്തോടു കൂടി 5 മിനിറ്റിന് വേണ്ടിയിട്ട് ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടു. അതിന്റെ റിസൾട്ട് ഞാൻ 2006, 2007, 2008 ഞാൻ ഗൾഫിലേക്ക് വരുന്നത്. 2006, 2007 നമ്മുടെ ഫറൂഖ് കോളേജിൽ അതിന് അവസാനത്തിന്റെ തൊട്ട് വർഷം മുമ്പ് BEd പഠിക്കും. ആ 2 കഴിഞ്ഞ് ഇനി എന്റെ ഫൈനൽ ജീവിതത്തിലെ 3ാമത്തെ മേഖലയാണ്, വിജയിച്ച് തെളിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മേഖലയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. അഭിമാനത്തോടു കൂടി ഞാൻ പറയുന്ന ഒരാളാണ്. എന്റെ സ്റ്റാറ്റസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും, എന്റെ ഫേസ്ബുക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞത് അഭിമാനത്തോടുകൂടി ഞാൻ ഇതിന്റെ ഭാഗമാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ട് അല്ലെ. ആരെങ്കിലും ചോദിക്കുമ്പോഴേക്കല്ലേ ഒരു ചെറിയൊരു ചാറ്റൽ മഴ പെയ്യുമ്പോഴേക്കും എന്താ വേണ്ടല്ല ഒലിച്ചു പോവേണ്ടതല്ല നമ്മുടെ വീര്യവും ആവേശം അല്ലെ. ഒരു മരം, ഒരു എത്ര വലിയ മരമാണെങ്കിലും ആ മരത്തിന്റെ വേരുകൾ ഭൂമിക്കടിയിലേക്ക് ഇറങ്ങിച്ചെന്ന് അല്ലെ ഭൂമിയോട് ചേർന്ന് പിടിച്ചു നിൽക്കുകയാണെങ്കിൽ നമുക്കറിയാം അല്ലെ, എത്ര തന്നെ ഇലകൾ കൊഴിഞ്ഞാലും, എത്ര ശിഖരങ്ങൾ മറിഞ്ഞു വീണാലും, എത്ര ഫലങ്ങൾ ഉണ്ടായാലും ആ മരം പിടിച്ചു നിൽക്കും. കാരണം അതിന്റെ അടിവേര് പെർഫെക്റ്റ് ആണ്. അടിവേര് പെർഫെക്റ്റ് ആണെങ്കിൽ ഇതുപോലെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കണം അല്ലെ. എന്തെല്ലാം ഞാൻ ഗൾഫിൽ നിന്ന് 10 15 ദിവസം തിരിച്ചു വരുന്ന സമയത്ത് ഒരുവിധ എല്ലാ GTSലും പോകാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ഗ്രൂപ്പിൽ പങ്കെടുക്കുന്ന ആളുകൾ പല മേഖലയിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം. എല്ലാവരും റെസ്പെക്ട് ചെയ്യണം, എല്ലാവരെയും അല്ലെ. എന്ത് ജോലിയാണ് അത് ഇഷ്ടത്തോടും നമ്മൾ ചെയ്യണം, ഒരു സംശയം വേണ്ട അല്ലെ. എല്ലാവരും നമ്മൾ ഏത് ജോലിയാണ് ആ ജോലിയുടെ നമ്മൾ ഒരു ഇഷ്ടം തോന്നണം, ആവശ്യം, അത് റെസ്പെക്ട് ചെയ്യണം നമ്മൾ. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന ശേഷം എത്ര GTS നമ്മൾ പങ്കെടുത്തു, എത്ര ക്യാമ്പിൽ നമ്മൾ ട്രെയിനിങ് പോയി, എത്ര പ്രൊഡക്റ്റ് കുറിച്ച് നമ്മൾ പഠിക്കുന്നു, എന്താണ് ഇത് സിസ്റ്റം, എത്ര പേർക്ക് ഇത് ഐഡിയ അടിക്കാൻ അറിയാം, എത്ര പേർക്ക് ഓക്കെ ഇതൊക്കെ ഗ്രൂപ്പ് സ്വന്തമായിട്ട് അറിയില്ലെങ്കിലും പഠിപ്പിച്ചതാണ് ആളുകളുണ്ട്. അതായത് ഒരു അറിവില്ലെങ്കിൽ പോലും കൂട്ടമായി ഒറ്റയ്ക്ക് നടക്കുന്നതിനേക്കാൾ നല്ലതാണ് കൂട്ടമായി നടക്കുക. അപ്പൊ നമുക്ക് കുറേ നേരം നടക്കാൻ പറ്റും, ക്ഷീണിക്കുമ്പോൾ പറഞ്ഞു തരാം, നമ്മളെ കൂടെ നിൽക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു കൂട്ടമായിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ കൂട്ടമായി ചെയ്യുമ്പോൾ നല്ല വിജയം ഉണ്ടായി. അതതിന്റെ പ്രത്യേകത. എന്റെ കഴിവും അല്ലെ, നമ്മുടെ ഹൗസേ മഠത്തിന്റെയും അബൂബക്കർ, ഹുസൈൻ, അതുപോലെ മുജീബ്, പിന്നെ ബാലകൃഷ്ണൻ, അങ്ങനെ ഓരോ ആളുകളുണ്ട്. ഇവര് എല്ലാ അറിവുകളും കൂടിച്ചേരുമ്പോഴാണ് വിജയം ഉണ്ടാവും അല്ലെ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിൽ കല്യാണം എന്തൊക്കെ പരിപാടി നമ്മൾ ചെയ്യാറുണ്ട്. ഓരോ ആളുകൾക്കും ഓരോ ഡ്യൂട്ടി ഇല്ല അല്ലെ. ആ ഡ്യൂട്ടിയിലേക്ക് നമ്മൾ കുഞ്ഞു മക്കൾ പോലും ആ ഡ്യൂട്ടി ചെയ്യാറുണ്ട് ഇപ്പം. എന്ന് വെച്ചാൽ ഒരു ടീം വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് വല്ലാതായിരിക്കും. നമ്മുടെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അതിന്റെ വർക്കൊക്കെ ഇതുപോലെ എല്ലാ ആളുകളും അവരുടെ നമ്മൾ പറയുന്നത് ട്രൈഫിൾസ് മേക്ക് എ പെർഫെക്ഷൻ, ബട്ട് പെർഫെക്ഷൻ ഇസ് നോട്ട് ട്രൈഫിൾസ്. നിസ്സാരമായ കുറെ കാര്യങ്ങൾ കൂടിച്ചേർന്നതാണ് പൂർണ്ണത എന്ന് പറയുന്നത്. പക്ഷേ പൂർണ്ണത എന്നത് നിസ്സാരമായ കാര്യമല്ല. മൈ ഡിഫൻസ് നമ്മളായിരിക്കും അത് ചെറിയ കാര്യമല്ലേ, അത് കുഴപ്പമൊന്നുമില്ല, അതൊന്നും അതിന്റെ ആവശ്യമൊന്നുമില്ല, അവരോടൊന്നും പറയണ്ട, അവരോട് പറഞ്ഞിട്ട് കാരണം ഡോണ്ട് ജഡ്ജ് പ്രീ ജഡ്ജ് എനിവൺ അല്ലെ. നിങ്ങൾ ഒരാളെ നമ്മൾ എന്താക്കരുത്, ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. മനുഷ്യനെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. തോമസ് ആൽവ എഡിസന്റെ ഒരു സംഭവം പറയുന്നുണ്ട് അല്ലെ, ഒരു മനുഷ്യനെ ഒരിക്കലും ഈ ട്യൂബ്ലൈറ്റ് കത്താതിരിക്കാൻ, ഞാൻ ഉപയോഗിക്കുന്ന മൊബൈൽ ബിൽ സ്വിച്ച് ഓഫ് ആവാതിരിക്കാൻ, ഞാൻ ഉപയോഗിക്കുന്ന ഈ വാച്ച് നിൽക്കാതിരിക്കാൻ. പക്ഷേ ഒരു മനുഷ്യനും വിജയിക്കില്ല എന്ന് നോക്കി പറയാൻ സാധ്യമല്ല. അത്രത്തോളം കപ്പാസിറ്റി ഉള്ള ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ക്രിയേഷനിലെ ഹ്യൂമൻ സംഭവമാണ് ഹ്യൂമൻ ബീൻ എന്ന് പറയുന്നത്. മനുഷ്യൻ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ആളുകളാണ് ഹൈ ലെവലെത്തുന്നത്. അത് ദൈവത്തിന്റെ അനുഗ്രഹം, അതോടൊപ്പം ദൈവത്തിന്റെ പടപ്പുകളായ നമ്മുടെ ആവേശം, ഇൻട്രസ്റ്റ് ആണ്. നോക്കൂ നിങ്ങൾ, ഞാൻ ഉമർ ഉസ്താദിനെ സല്യൂട്ട് ചെയ്യണം. എനിക്ക് എന്തായാലും സാറെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ചൊരു ഒരു ഉമ്മയും വെക്കണം, ഒരു ഗിഫ്റ്റും കൊടുക്കണം. ഞാൻ മനസ്സിലാക്കിയത് ആ സാർ എപ്പോഴും പറയുന്നത് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ, ക്വാളിഫിക്കേഷൻ ഒക്കെയാണ് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആണ്, ലൈഫ് എക്സ്പീരിയൻസ്. മറ്റൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, 60-70 വയസ്സ് നിങ്ങൾക്ക് ഡിഗ്രി ഒക്കെ എടുക്കാം. പക്ഷേ ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് CTC ലീഡറാണ് അല്ലെ, കോർഡിനേറ്റർ ടീം കോർഡിനേറ്റർ ആണ് അല്ലെ. നോക്കൂ നിങ്ങൾ, 16 റാങ്കുകൾ, നമ്മൾ എവിടെ നിൽക്കുന്നു, ഓരോ റാങ്ക്. ഓക്കെ, നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നതനുസരിച്ച് ഞാൻ പറയാറുണ്ട്, ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ എന്ന് പറയുന്നത് എന്താ,
ഡിസിഷൻ ആൻഡ് ആക്ഷൻ. ഡിസിഷൻ ആൻഡ് ആക്ഷൻ. തീരുമാനം എടുക്കാൻ നമുക്ക് പ്രയാസം അല്ലെ? ഡിസിഷൻ എടുക്കാൻ തീരുമാനിക്കാൻ പ്രയാസം. ഞാൻ 2026 ഈ തീരുമാനം എടുത്തപ്പോ 100-90 ആൾ എന്നെ എന്നോട് നെഗറ്റീവ്, സലീം സാർ എന്ത് പണി നിങ്ങൾ കാണിക്കണേ, എന്തൊരു സാലറിയുള്ള ജോബാണ്, എന്ത് സിമ്പിൾ ജോബാണ്, കുറച്ച് കാലം പഠിപ്പിക്കുക, വേഴം വെള്ളി ലീവ്, അതുപോലെ തന്നെ ഇപ്പൊ മഴ പെയ്താൽ ലീവ്, വെയിൽ ചൂട് വന്നാൽ ലീവ്, നാട്ടിൽ മറ്റുള്ള ലീവ്, അങ്ങനെ ആകെ 120 ദിവസം ആകെ വർക്ക് ചെയ്യേണ്ടുള്ളൂ. 360 ദിവസത്തില് സ്കൂള് നല്ല രസകരമായ സ്കൂൾ പോകുന്നു, അടിച്ചു പൊളിക്കുന്നു, കുട്ടികൾ അങ്ങനെ നല്ല ഹാപ്പി ലൈഫാണ്. പക്ഷേ സാലറി എന്നുള്ളത് ഒരു പരിധി കഴിഞ്ഞാൽ കിട്ടൂല. എന്റെ സ്കൂളിൽ നല്ല പിന്നെ ആയിരക്കണക്കിന് സ്റ്റുഡൻസ് ഉള്ള സ്കൂളാണ്. അപ്പൊ എന്റെ പ്രിൻസിപ്പളോട് പ്രിൻസിപ്പൽ ഞാൻ ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്, അപ്പൊ മാഡം വെരി ഗുഡ്, എല്ലാവിധ ആശംസകളും സലീം സാറേ, ഈ 44-ാമത്തെ വയസ്സിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് വിജയിക്കാൻ തന്നെയാണ്, ഗോ ഹെഡ് എന്ന് പറഞ്ഞു. അപ്പൊ അതെനിക്ക് കിട്ടി. പിന്നെ എന്റെ വാപ്പനോട് പറയാറുണ്ട്, സലീമേ പിന്നെ മറ്റുള്ളവർ എന്തെങ്കിലും പറയുമ്പോൾ അഭിപ്രായം ഏറ്റെടുക്കുക, കേട്ടോളൂ, അഭിപ്രായങ്ങൾ കേൾക്കാം, ഇതിലേ കേൾക്കാം, ആവശ്യമുള്ള മാത്രം സെലക്ട് ചെയ്യുക. പക്ഷെ തീരുമാനം, യു ഹാവ് ടു ടേക്ക് യുവർ ഓൺ ഡിസിഷൻ യുവർ സെൽഫ്. നിന്റെ തീരുമാനം നീ എടുക്കേണ്ടത്. എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കണം. ആ തീരുമാനം എടുക്കാൻ ബോധമുള്ളവർ ഒരു ഡൗട്ടും വേണ്ട. നോക്കൂ, നിങ്ങൾ 12 വർഷം കൊണ്ട് വളർന്ന ഈ കമ്പനി വൺ ഓഫ് ദി ബെസ്റ്റ്, എല്ലാവർക്കും ഗൂഗിൾ ചെയ്യാൻ പറ്റില്ല, ഒന്ന് അടിച്ചു നോക്കൂ, 1ാം സ്ഥാനത്താണ് അല്ലെ. 2, 3, 4 പ്രൊഡക്റ്റുകൾ കൊണ്ടുവന്ന് ഇന്ന് 100-ലേറെ പ്രൊഡക്റ്റുകൾ, അതും ആയുഷ് അംഗീകാരമുള്ള പ്രൊഡക്റ്റുകൾ ഇന്ന് ഗൾഫിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് അല്ലെ, ആർക്ക് യൂസ് ചെയ്യാവുന്ന വൺ ഓഫ് ദി എക്സലന്റ് ആയുഷ് പ്രൊഡക്റ്റുകൾ ഉണ്ടായിട്ട് 1000-ലേറെ പ്രൊഡക്റ്റ് 2030 വരാൻ നോക്കൂ നിങ്ങൾ. ഇതൊക്കെ നമുക്കറിയാം. ഞാൻ പിന്നെ ഗൾഫിലുള്ള സമയത്ത് 2 പരിപാടിയിലേക്ക് ഇങ്ങോട്ട് വന്ന എന്റെ എക്സ്പീരിയൻസ് വേണമെങ്കിൽ കേട്ടോളൂ, കേൾക്കാത്തവർ. 2 പരിപാടിക്ക് ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഞാൻ എറണാകുളത്ത് വന്ന് ഇവോൾവ് എന്ന പ്രോഗ്രാം, അതിനുശേഷം പഠിത്തുന്ന കഴിഞ്ഞ മെയിൽ നടന്ന നമ്മുടെ പിന്നെ എറണാകുളത്ത് നടന്നൊരു പ്രോഗ്രാം, 2 മുബീൻ സാറുടെ പരിപാടിക്കും ഞാൻ വന്നപ്പോ എനിക്ക് പിന്നെ 2-3 ദിവസം വരുന്നു പരിപാടി കഴിഞ്ഞ് 2 ദിവസം ഞാൻ തിരിച്ചു പോകുന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതിന്റെ വലുപ്പം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ട് വെറും 25,000 40,000 ടെൻഷൻ വേറെ, ഇതൊക്കെയുള്ള ഒരുപാട് ജോബ് ഇവിടെ ഉണ്ട്. എന്തൊക്കെ ജോബ് ചെയ്യുന്നു. പക്ഷെ ഇത്രത്തോളം നമ്മളെ കാലം കഴിഞ്ഞാലും നമ്മളെ ഓർക്കുന്ന ഒരു ബിസിനസ് ആയതിലും മാറും അല്ലെ. നമ്മൾ കാലം കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു സേവനം അല്ലെങ്കിൽ നമ്മളൊരു ബിൽഡിംഗ് ഒക്കെ നമുക്ക് ഉണ്ടാവേണ്ടേ? അതൊക്കെ നമുക്ക് വേണ്ടേ? ഇങ്ങനെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഓക്കെ, ഞാൻ ഒരു സ്റ്റോറി പറയാം. ഞാൻ നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ്, നന്നായിട്ട് പിന്നെ കേൾക്കുന്ന ഒരാൾ, ഒരുപാട് സംസാരം കേൾക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സ്റ്റീവ് ജോബ്, മൊബൈൽ ഐഫോണിന്റെ അധിപൻ, അദ്ദേഹം പിന്നെ വളരെ ചെറുപ്പത്തിൽ വളരെ പാവപ്പെട്ടവനായിരുന്നു അല്ലെ. കൊക്കക്കോല വിറ്റിട്ട് അദ്ദേഹം എന്താക്കുന്നു, പിന്നെ അദ്ദേഹം ഭക്ഷണം കഴിച്ചാൽ ഹരേ കൃഷ്ണ എന്ന് പറയുന്ന ഒരു വലിയൊരു ടെമ്പിളിലേക്ക് എല്ലാ ഞായറാഴ്ച അദ്ദേഹം പോകും, നടന്നുകൊണ്ടുപോകും, 15 കിലോമീറ്റർ 7 കിലോമീറ്റർ നടന്നിട്ട്. എന്തേ കാരണം എന്നറിയും? നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അത്രയും പ്രയാസപ്പെട്ട അദ്ദേഹം എന്താണ് വലിയ ശേഷം 1976 ആപ്പിൾ തുടങ്ങി അല്ലെ. അതിനുശേഷം 1983 ജോൺ സ്കില്ലിയുമായിട്ട് കൊക്കക്കോല വിട്ട് അദ്ദേഹത്തോട് സംസാരിച്ച് നമുക്ക് ഇങ്ങനെ പരിപാടി തുടങ്ങാം. അങ്ങനെ അവർ തുടങ്ങി ഉഷാറായി പോകുന്ന സമയത്താണ് ആപ്പിളിലേക്ക് അദ്ദേഹം വിളിക്കുന്നു. അദ്ദേഹം നമ്മുടെ ജോൺ സ്കില്ലി നമ്മുടെ പിന്നെ സ്റ്റീവ് പുറത്താക്കുന്നു. അങ്ങനെ വീണ്ടും അയാൾക്ക് പ്രയാസപ്പെടുന്നു. ആ പ്രയാസത്തിന് ശേഷം വീണ്ടും പരാജയങ്ങൾ ഞാൻ ചെയ്യാറില്ല, ഞാൻ മുന്നോട്ട് പോകുന്നു പറഞ്ഞുകൊണ്ട് 1986 നെസ്റ്റർ പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. ആ സ്റ്റാർട്ട് ലാഭത്തിലാകുന്നു, ആപ്പിൾ ഏറ്റെടുക്കുന്നു. അങ്ങനെ 2009 ലിവർ പ്ലാന്റേഷൻ അല്ലെ, ലിവറിന്റെ പ്രശ്നങ്ങളായി ആരോഗ്യ പ്രശ്നമായ സമയത്ത് ഈ വലിയ ഒരു മനുഷ്യൻ 2009 ആഗ്രഹങ്ങളൊന്നും നിർത്തിയില്ല. ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടും മാറി നിന്ന ആളല്ല. ലിവർ പ്ലാന്റേഷൻ നടത്തുന്നിട്ടും അതേ പ്രശ്നം വന്നില്ല. 2004 അദ്ദേഹം പാൻക്രിയാസിന് ക്യാൻസർ വന്നു. എന്നിട്ടും എന്താക്കില്ല, മാറ്റിയില്ല. ക്രൈസിസ് തോന്നുള്ള ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അല്ലെ. 2001 ഐപോഡും 2007 ഐഫോണും 2010 ഐപാഡും ജനങ്ങൾക്ക് നൽകി അല്ലെ. എന്തൊരു നല്ല ക്വാളിറ്റി. അദ്ദേഹം പറയുന്ന 3 കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പിന്നെ ആപ്പിൾ ഫോൺ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ ഉപയോഗിക്കുന്ന ഫോണും അത് ഞാൻ പറയാൻ കാരണം അതിന്റെ ക്വാളിറ്റിയാണ്. അതുപോലെ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ നമ്മുടെ മുൻപിലുണ്ടെങ്കിൽ അല്ലെ, എക്സ്പീരിയൻസ് സയന്റിസ്റ്റുകളുടെ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ നമ്മുടെ കയ്യിൽ, നമ്മൾ എന്തിനു പേടിക്കണം? ആരെ മുമ്പിലും അല്ലെ, ഏതാളെ മുമ്പിലും. എന്റെ സ്കൂളിലൊക്കെ ഉള്ള പ്രിൻസിപ്പളൊക്കെ ഞാൻ എല്ലാവർക്കും പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാറുണ്ട്. മനുഷ്യൻ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുന്നവനാണ്. നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് ആളുകൾ തേടി വരും, ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. അതിന് വേണ്ട കാര്യം അത് പഠിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം അല്ലെ. പ്രശ്നങ്ങൾ അത് 3 കാര്യം. ക്രൈസിസ് ടൈം ഈസ് ക്രിയേറ്റീവ് ടൈം അല്ലെ. ക്രൈസിസ് ടൈം ഈസ് ക്രിയേറ്റീവ് ടൈം. മൈ ഡിയർ ഫ്രണ്ട്സ്, ആലോചിച്ച് നോക്കി, ഈ വാർ വന്ന സമയത്ത് 2026 വാർ വന്ന സമയത്ത് എത്ര ആളെ ജോബ് നഷ്ടപ്പെട്ടു. ഇപ്പൊ അടുത്തൊരു ആർട്ടിക്കിൾ ഞാൻ കണ്ടു, ഡൽഹിയിൽ കുഞ്ഞു ജോലിക്ക് വേണ്ടി 16,000 രൂപയുടെ ജോലിക്ക് വേണ്ടി വലിയ ഡിഗ്രിയും PG ആളുകൾ കാത്തിരിക്കുക. ആയിരക്കണക്കിന് ആളുകൾ ഓരോ വർഷം. എത്ര എഡ്യൂക്കേഷനായ ആളുകളെ പുറത്തിറങ്ങാനുള്ള ജോലി നമുക്കുണ്ടോ? ഇല്ല. അത്രത്തോളം
അത്രത്തോളം പ്രശ്നമാണ്. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഗവൺമെന്റും കേരള ഗവൺമെന്റും ഒക്കെ നമ്മുടെ ഈ ഒരു ഡയറക്ട് സെല്ലിങ്ങിന് അത്രത്തോളം വാല്യൂ നൽകുന്നതില് എന്ത് ഒബ്സർവേഷൻ ടീമുകളാണ്, എന്ത് സിസ്റ്റമായിട്ടാണ്. നോക്കൂ നിങ്ങൾ, ബുധനാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ നമ്മുടെ ORGയിൽ കച്ചവടം നടന്നിട്ടുണ്ടെങ്കിൽ, പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻകം കറക്റ്റ് ടൈമിൽ ഒരാൾക്കെങ്കിലും നോക്കിയിട്ടുണ്ടോ, ഒരാൾക്കെങ്കിലും ക്യാഷ് കിട്ടാതിരുന്നിട്ടുണ്ടോ? നമ്മൾ കാര്യം പെർഫെക്റ്റ് ആണെങ്കിൽ KYC ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, ORG 1 10 B വന്നു, Bയിൽ ഇങ്ങനെയാണെങ്കിൽ ഒരു രൂപ വരാതിരിക്കുന്ന ഒരു പ്രശ്നമില്ല, എല്ലാം കറക്റ്റാണ്. ഇത്ര സിസ്റ്റം കറക്റ്റാണ്. അങ്ങനെ പെർഫോമൻസും പിന്നെ ബോണസും, അതുപോലെ മന്ത്ലി ഇൻകവും, അതുപോലെ തന്നെ ലോയൽറ്റി ഇൻകം, സ്റ്റാർ ലോയൽറ്റി ഇൻകം അടിച്ച ആളാണ് എന്ന് വെച്ചാൽ 6 മാസം തുടർച്ചയായിട്ട് പിന്നെ ലോയൽറ്റി ഇൻകം അടിച്ച് 6. അപ്പൊ നോക്കിയ സമയത്ത് കറക്റ്റായിട്ട് ആ 4600 രൂപ മന്ത്ലി ഇൻകം ലഭിക്കുന്നു, ആഴ്ചയിലുള്ള ഇൻകം വേറെ ലഭിക്കുന്നു, പിന്നെ നമുക്കുള്ള ഇൻഷുറൻസ്, അങ്ങനെ എന്തെല്ലാം കമ്പനി പറയുന്നു അതൊക്കെ റെഡിയാണ് കമ്പനി തരാൻ. പക്ഷേ വൈ വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ടു ദാറ്റ് ദിസ് വൺ? വി ഹാവ് ടു സ്റ്റഡി അവർ സെൽഫ്, അല്ലെ? നമ്മളെ കുറിച്ച് പഠിക്കണം. വിച്ച് കമ്പനി, വാട്ട് ഈസ് ദ പ്രോഡക്റ്റ്, ഹു ഈസ് ദ മാനേജ്മെന്റ്, ഹൗ ടു, ഇതൊക്കെ നമ്മൾ അറിയുമ്പോഴാണ് നല്ല സ്ലോയിൽ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ മതി, ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ഇംഗ്ലീഷ് ഞാൻ പറയാം, ഇംഗ്ലീഷ് പറയാൻ കാരണം പറഞ്ഞു വെച്ചാൽ അതിന്റെ ഭാഗം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മാത്രമേ. നോക്കൂ നിങ്ങൾ, പിന്നെ കഴിവുകളില്ലാത്ത ആളുകൾ പോലും ഇത് വളരാൻ കാരണം അറിയോ? ഇതിന്റെ സിസ്റ്റവും ടീം മാനേജ്മെന്റുമാണ്. നമുക്ക് നല്ലൊരു ടീമുണ്ട്, നല്ല ലീഡേഴ്സ് ഉണ്ട്, നല്ല മെന്റേഴ്സ് ഉണ്ട്, അല്ലെ? ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ രീതിയിൽ പോകണം. അപ്പൊ രണ്ടാമത്തെ കാര്യം, ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊടുക്കണമെന്ന് നമ്മുടെ ചീഫ് ജോബ് പറയണം. നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് ക്വാളിറ്റി ആയിരിക്കണം. അതൊരു മിനിറ്റ് ആണെങ്കിൽ, ഒരു 5 മിനിറ്റാണ് നിങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് പഠിക്കുന്നെങ്കിൽ ആ പഠനം എന്താണ്, ക്വാളിറ്റി ഉണ്ടാണ്. എന്തെങ്കിലും പഠിച്ചു കൊടുക്കുക കാര്യമില്ല, അത് വ്യക്തമായിട്ട് പഠിക്കാനും അത് പറയാനും നമുക്ക് സാധിക്കണം. മൂന്നാമത്, പുതിയ ഡിഫറെന്റ്, അല്ലെ? വിന്നേഴ്സ് ആർ ഡു ഡിഫറെന്റ് തിങ്സ് ബട്ട് ദേ ഡു തിങ്സ് ഡിഫറെന്റ്ലി. വിജയിച്ചുകൾ വ്യത്യസ്തമായ കാര്യങ്ങൾ ഒന്നും ചെയ്യുന്നു, പക്ഷേ കാര്യങ്ങളെ വ്യത്യസ്ത രീതിയിൽ ചെയ്യുന്നു. നോക്ക് നിങ്ങൾ, എല്ലാവർക്കും 5000 രൂപ വെച്ച് ജോയിൻ ചെയ്യണം, എല്ലാവർക്കും ഏത് പ്രൊഡക്റ്റും വാങ്ങിക്കാം, എല്ലാവർക്കും 10 അംഗ ഐഡിയ ആണ്, എല്ലാവരുടെ PC പോയി സാധനങ്ങൾ വാങ്ങിക്കാം, എല്ലാവർക്കും നോമിനി ഫെസിലിറ്റി ഉണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ചില ആളുകൾ ഹൈ ലെവലിലെത്തുന്നു എന്ന് നമ്മുടെ CTC ലീഡർ, നമ്മുടെ പിന്നെ ഉമർ ഉസ്താദ് സാറിന്റെ പൊസിഷൻ, അദ്ദേഹത്തിന്റെ ഒക്കെ നമുക്കറിയാം, അല്ലെ? അങ്ങനെ ഓരോ അടുത്ത് നോക്കൂ. അപ്പൊ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്നവർക്ക് മാത്രമാണ് വിജയിക്കാൻ സാധിക്കുക. അല്ല, ചില ആളുകൾ ഇതിൽ വന്നിട്ടുണ്ട്, എനിക്കത് പറ്റില്ല, സാധനങ്ങൾ വാങ്ങിച്ച് അകത്ത് വെച്ചിട്ട് വലിയ കാര്യമൊന്നും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ 10 ലക്ഷം റുപ്യുള്ള ഒരു പിന്നെ പ്രോഗ്രാം തുടങ്ങി നിങ്ങളുടെ വീടിന്റെ അടുത്ത്, അത് രാവിലെ 7 മണിക്കും തുറന്ന് 10 മണിക്ക് പൂട്ടി പോയി ആളുകൾ വരുമ്പോൾ സാധനം ഭംഗിയായിട്ട് കൊടുക്കുമ്പോൾ അതിനെ പറ്റി നിറയെ സാധനങ്ങൾ എടുത്ത് വെക്കുമ്പോൾ കച്ചവടം നടക്കുള്ളൂ. അല്ലാണ്ട് അവിടെ വന്ന് ആ ഷോപ്പ് പൂട്ടി കച്ചവടം നടക്കുമോ? അപ്പൊ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ, അല്ലെ, ഇതിന് തെറിച്ച് പോകേണ്ടതല്ല, അല്ലെങ്കിൽ ഇട്ടെറിഞ്ഞ് പോകേണ്ടവരല്ല നമ്മൾ. അത് പക്ഷെ മനസ്സിലാക്കുക, അതോട് അവരോട് വാശി പിടിക്കേണ്ട, നമ്മളെ നമ്മൾ നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞത് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഡിഫറെന്റ്, നമ്മൾ വന്നിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഡിഫറെന്റ് പ്ലാറ്റ്ഫോമാണ്, ലോകത്തെ കീഴടക്കാൻ പോകും. നോക്കും നിങ്ങൾ, വർഷങ്ങൾക്ക് മുമ്പ് വാട്സപ്പ് മൊബൈലൊന്നുമില്ല, ഇപ്പോൾ വാട്സപ്പ് മൊബൈലില്ലാത്ത ആളുകൾ. നമ്മളിപ്പോൾ ഗ്രൂപ്പ് മീറ്റിംഗ് നടക്കുന്നത് ഇതിലൂടെയാണ്, സൂം മീറ്റിങ്ങിലൂടെയാണ്, അല്ലെ? എവിടെയുള്ള ആളുകളൊക്കെയാണ്, എവിടത്തെ ആളുകളൊക്കെയാണ് ഇവിടെ വന്ന് ിക്കുന്നത് ഇതിലൂടെ നമ്മൾ ബിസിനസ് നടത്തുന്നില്ലേ? ഇങ്ങനെ 10 വർഷം കഴിയുമ്പോഴേക്കും ഇതിന്റെ വലുപ്പം നമ്മൾ ഇന്നേ കാണണം, ഇന്നേ നമ്മൾ കാണണം. നമുക്കല്ലേ, നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ മക്കളെ, കുഞ്ഞു മക്കൾ 1ാം ക്ലാസ് ചേർത്തുന്നത് 1ാം ക്ലാസ്സിൽ ABCD പഠിക്കാനാണോ? അല്ലല്ലോ. അവര് 10 പഠിച്ച്, ഡിഗ്രി പഠിച്ച്, PG പഠിച്ച് ജോലി കിട്ടുന്നത് നമ്മൾ 1ാം ക്ലാസ്സിന് തീരുമാനിച്ചു, അല്ലെ? 10ാം ക്ലാസ്സിലെ കുട്ടി കഴിഞ്ഞ് 11, 12 ആ കുട്ടി എന്ത് എടുക്കണം, സയൻസ് സ്ട്രീം എടുക്കണോ അതോ കൊമേഴ്സിലേക്ക് പോകണോ, ഹ്യൂമാനിറ്റീസിലേക്ക് പോകണോ, അന്ന് തീരുമാനം. എന്തിനാ ആ കോഴ്സ് പഠിക്കുന്ന അന്നത്തേക്ക് വേണ്ടി അല്ലല്ലോ. അവര് പഠിക്കുന്നത് പഠിച്ചു കഴിഞ്ഞ് ഇന്ന് ജോലിക്ക് എത്തണം എന്ന ആഗ്രഹം കൊണ്ട് തന്നെയാണ് അന്ന് തീരുമാനം എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ കൈകടിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ 16ാമത്തെ റാങ്ക് തന്നെ നമുക്ക് കാണണം, അല്ലെ? എത്ര റാങ്കുകളുടെ ഡെപ്യൂട്ടീസ് കഴിഞ്ഞ് റോയൽ ഡയമണ്ട് വരെ. ഇപ്പൊ നോക്കൂ നിങ്ങൾ, നാഷണൽ ടീം കോഴ്സ് 1000-ലേറെ നാഷണൽ ടീം കോഴ്സിലുള്ള ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി, അഭിമാനത്തോടെ പറയാൻ സാധിക്കണം. ഓക്കെ, എനിവേ, എന്റെ സംസാരം ഒരുപാട് നീണ്ടുപോയെന്ന് മനസ്സിലായി. ഓൾമോസ്റ്റ് സമയമായി കഴിഞ്ഞിരിക്കുകയാണ്, 45ആയി. ഒരു കാര്യം കൂടി ഞാൻ പറയാണ്, എന്ത്, ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങളും ചെയ്താലും ഇല്ലെങ്കിലും പ്രൊഡക്റ്റുകൾ കമ്പനി ഇറക്കും. അത്രയും വണ്ടർഫുൾ ടീമാണ് ആര്, നമ്മുടെ സയന്റിസ്റ്റുകൾ. അറിയാലോ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ. നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ പ്രൊഡക്റ്റ് ഒക്കെ ആരിറക്കും, കമ്പനി ഇറക്കും, ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. അത്രത്തോളം വാല്യുബിൾ ആണ് നമ്മുടെ ആളുകൾ. നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഔട്ട്ലെറ്റുകൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ടീമിൽ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും എല്ലാ ബുധനാഴ്ചയും സിസ്റ്റം ഇൻകം അയക്കും. നമ്മൾ ടീമിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നോമിനി ഫെസിലിറ്റി കൊടുക്കും. നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കമ്പനിയുടെ എന്തെല്ലാം ഫെസിലിറ്റി ഉണ്ടോ അത് കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ എവിടെ നിൽക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുക.
അല്ലേ? ഹോണസ്റ്റി, സത്യം മാത്രം പറയേണ്ട ഒരു പ്ലാറ്റ്ഫോം അത്. ആരും പറ്റിക്കേണ്ട ആവശ്യമില്ല, ഒരാളെയും പറ്റിക്കേണ്ടതാ. കറക്റ്റ് അവർക്കറിയാലോ, ഒരു പ്രൊഡക്റ്റ് കിട്ടിയാൽ നോക്കാനുള്ള അവസരം ഇപ്പൊ ചാറ്റ് GPT ഗൂഗിളിലൊക്കെ ഉണ്ട്. ആർക്ക് എന്ത് നോക്കാം, ആരും ഒന്നും നോക്കണം. മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പൊ എന്റെ ഫ്രണ്ട്സിനോട് പറയാറുണ്ട്, നൂർഷയോട് പറയാറുണ്ട്, ടീമിനോട്, ഞാൻ എല്ലാ പ്രൊഡക്റ്റും ഇപ്പൊ 100 പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അതെല്ലാ പ്രൊഡക്റ്റും മാറ്റി വെച്ച് പേസ്റ്റ് മാത്രമാണ് നമ്മുടെ കമ്പനിയിലെങ്കിൽ ആ പേസ്റ്റ് വിറ്റ് ഞാൻ എന്താക്കും, എന്റെ എയിമായ റോയൽ ഡയമണ്ടിലേക്ക് ഞാൻ എത്തും ഇൻഷാ അള്ളാ. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് അത്രയും ക്വാളിറ്റി ഉണ്ട്. ഒന്നും നോക്കണ്ട. 140 കോടി ജനങ്ങൾ ഇന്ത്യയിലില്ലേ? എത്ര കോടി ജനങ്ങൾ ലോകത്തുണ്ട്? അത് മനുഷ്യന്മാർക്ക് മാത്രമാണോ? മനുഷ്യന്മാർക്ക് മാത്രമുള്ള പ്രൊഡക്റ്റാ അല്ലെ? 8 9 പിന്നെ എന്ത് പ്രൊഡക്റ്റ് ഉണ്ട്? നമ്മുടെ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഇത്രയും മനോഹരമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടായി വരുമ്പോൾ നമ്മളുടെ വർക്ക് എന്താ നമ്മൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും എന്നെ കേട്ട ആളുകൾ വളരെ സന്തോഷം. എന്റെ എക്സ്പീരിയൻസ് കുറെ ആളുകൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തോ തന്നെ വന്നാലും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ പൂർണ്ണമായി ഇറങ്ങിയ ഒരാളാണ്. എനിക്ക് അത് എന്റെ ഒരു അറിവിൽ, ഇപ്പൊ എല്ലാവർക്കും എല്ലാ അറിവുണ്ട്, എന്റെ ഒരു അറിവിൽ ഞാൻ മനസ്സിലാക്കിയത് ഇതിന്റെ വലുപ്പം നന്നായിട്ട് എനിക്കറിയാം. നിങ്ങൾ എന്റെ ക്ലാസ്സുകൾ, ഞാൻ ഗൾഫിലേക്ക് പോകുമ്പോൾ എന്റെ സൂട്ട് കേസിൽ എന്റെ ലഗേജിൽ 20 30 40 കിലോ സാധനം കൊണ്ടുപോകുമ്പോൾ എനിക്ക് എന്ത് ഇതുണ്ടോ? എനിക്ക് വേറെ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളായിട്ടില്ലല്ലോ. എനിക്കിതിന്റെ വാല്യൂ അറിയുന്നത് കൊണ്ട്. അതുകൊണ്ട് നല്ലൊരു ടീം ഞാൻ ഗൾഫിൽ ഉണ്ടാക്കി. ഇനി ഓരോ സ്റ്റേറ്റും എനിക്ക് ടീം ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് ഓരോ രാജ്യത്തിന് ഒരു 4 5 വർഷം കഴിയുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ എത്തും. ആ രാജ്യങ്ങളിൽ എത്തുമ്പോഴേക്കും നല്ല രീതിയിൽ എനിക്ക് ഒരു PhD എഴുതാം, ഡോക്ടർ സെലിൻ ചാരി എന്നൊക്കെ പേരൊക്കെ എഴുതണം. അതിലെല്ലാം ഉപരി ചെറിയ കാര്യം പറയുകയാണ്. എന്റെ വൈഫ്, എന്റെ വൈഫ് 2019 ഒരു മെഡിസിന്റെ റിയാക്ഷനോട് മരിക്കുകയാണ്. 2019 അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹു മഗ്ഫിർ വർഹംന. ഞാൻ ഏറെ സ്നേഹിക്കുന്ന, എന്നും അവളെ ഏറെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവാണ് ഞാൻ. ആ അവളുടെ, അതിന്റെ ഭാര്യയുടെ ഓർമ്മക്കായിട്ടില്ലേ നമ്മൾ പറയേണ്ടത്, നമ്മുടെ മുംതാസ് ഷാജഹാൻ മുംതാസിന് വേണ്ടി ഇതൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ, പിന്നെ ഓർമ്മകൾ ഉണ്ടാക്കിയില്ലേ? അതുപോലെ എനിക്ക് ഓർമ്മകൾ ഉണ്ടാക്കണം അല്ലെ? എന്റെ കാലം കഴിഞ്ഞാലും എന്റെ ഭാര്യയുടെ പേരിലുള്ള റോഡുകളും വീടുകളും കിണറും പള്ളിയും ഒക്കെ ഉണ്ടാക്കി നമ്മളിങ്ങനെ ടീം സലീം ചാലിയും അദ്ദേഹത്തിന്റെ വൈഫും ഈ ലോകത്ത് ജീവിച്ചു എന്ന് എന്താക്കണം, ലോകത്തോട് പറയണം. അഹങ്കരിക്കാനല്ല, ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അതിന് അവസരം ഒരു എംപ്ലോയി ആയിക്കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഗൾഫില് അതുകൊണ്ട് ജീവിച്ചു പോയി. എനിക്ക് എന്റെ കുടുംബത്തെ നല്ല രീതിയിൽ ജീവിച്ചു. പക്ഷെ സമൂഹത്തിന് ഒന്നും ചെയ്യാൻ എനിക്ക് സാധ്യമല്ല. കാരണം അതാണ് ഒരു എംപ്ലോയിയും ഒരു ബിസിനസ്മാനും തമ്മിലുള്ള വ്യത്യാസം. ആക്റ്റീവ് ഇൻകവും പാസീവ് ഇൻകവും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ എന്നാണോ ആക്റ്റീവ് അത് മാത്രമാണ് നമ്മുടെ ഇൻകം. പാസീവ് ഇൻകം ലഭിക്കണമെങ്കിൽ നമ്മൾ വ്യത്യസ്തമായത് എന്തെങ്കിലും ചിന്തിക്കണം. അപ്പൊ എന്റെ വൈഫിന്റെ പേരിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിന് നിങ്ങളുടെ പ്രാർത്ഥന വേണം. ഞാൻ പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറായിട്ട് തന്നെയാണ് ഈ മനോഹരമായിട്ടുള്ള ജോബ് ഒഴിവാക്കിയിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം ഞാൻ തിരഞ്ഞെടുത്തത്. നിങ്ങളെ ഭാഗത്തു നിന്നുള്ള നിറഞ്ഞ പ്രാർത്ഥന, എന്താണോ സലീം സാറിന്റെ ആഗ്രഹം അത് നിറവേറ്റി കൊടുക്കുക, ദൈവത്തോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക. നമ്മൾ ഈ ബിസിനസ് ആണെങ്കിൽ പോലും അതിനുപരിയായിട്ട് നല്ലൊരു സ്നേഹബന്ധം ഉണ്ടാക്കിയെടുക്കുക. നമ്മളിൽ ഉണ്ടാവില്ലേ? ഞാൻ പറഞ്ഞ എന്റെ ടീമിലെ ഇപ്പൊ വയനാട്ടിലുള്ള ആളുകൾ, മലപ്പുറത്തുള്ള ആളുകൾ, ഇപ്പൊ നമ്മുടെ പെരിന്തൽമണ്ണ, എന്റെ പാണ്ടിക്കാട് നമ്മുടെ പുതിയ TC ആകാൻ പോകുന്ന മൊയ്തീൻകുട്ടി സാറുണ്ട്. അദ്ദേഹത്തിന്റെ മകനാണ് എന്റെ കൂടെ ഗൾഫിൽ വർക്ക് ചെയ്യുന്നത്. നമ്മൾ എന്താ പറയാ, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന ശേഷം നല്ല രീതിയിൽ ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകും. എത്ര നല്ല ഫാമിലികൾ. ഇപ്പൊ ഉമ്മർ സാറ് ആ പന്നൂർ ഭാഗത്ത് പോകുന്ന സമയം, സാറ് അവിടെ ഉണ്ടെന്ന് വീട്ടിൽ വൈകുന്നേരം പോയിട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കല്ലേ, അങ്ങനെ ഓരോ ആളും എന്ത് രസകരമാണ്. ഇങ്ങനെ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ എന്നുള്ള ആളുകൾ എവിടെ എല്ലാ ഭാഗത്തും മൈ ലൈഫിൽ ഉണ്ടായിട്ടില്ലേ? ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, മനുഷ്യന്റെ ജീവിതത്തിന് വാല്യൂ ഉണ്ടാകണമെങ്കിൽ മനുഷ്യത്വമുള്ള കാര്യം നമ്മൾ ചെയ്യണം. മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കി അവനൊരു പ്രൊഡക്റ്റ് കിട്ടിയിട്ട് ആ പ്രൊഡക്റ്റിലൂടെ അവൻ പറയോ, സാറേ എന്ത് നല്ല പ്രൊഡക്റ്റ്, എനിക്ക് ആ ഒരു പ്രയാസം മാറിയിട്ട്. നിങ്ങൾക്ക് അനുഭവത്തിൽ ഉണ്ടായിട്ടില്ലേ? ഒരുപാട് ആൾ പറഞ്ഞിട്ടില്ലേ അല്ലെ? ഈവൻ നമ്മളൊരു പേസ്റ്റ് തൊഴിച്ചിട്ട് പോലും ഇഷ്ടംപോലെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ? അപ്പൊ ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പഠിക്കാനും അത് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ദൈവം അതിന് അനുഗ്രഹിക്കട്ടെ.